ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീഗെറ്റ് ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഡീഗെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ VLOOKUP ഫംഗ്ഷൻ പോലെ തന്നെ നമുക്കൊരു വലിയ ഡാറ്റാബേസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഐഡിയോ എന്തെങ്കിലും വെച്ചിട്ട് അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുക. അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം റിട്രീവ് ചെയ്യുക. അതിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ VLOOKUPൽ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ട് ഡീഗെറ്റ് ഫംഗ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീഗെറ്റ് ഫംഗ്ഷനിൽ നമുക്ക് ലെഫ്റ്റിലേക്കും സെർച്ച് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. VLOOKUPൽ അങ്ങനെ സാധിക്കില്ല, റൈറ്റ് സൈഡിലേക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഡീഗെറ്റ് ഫംഗ്ഷനിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് ഒരാളുടെ ഫുൾ നെയിം കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാതെ പാർഷ്യൽ മാച്ച് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ റിട്രീവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയകൾ നമുക്ക് മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ റിസൾട്ട് കിട്ടേണ്ട ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡീഗെറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡാറ്റാബേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഡാറ്റാബേസ്. ഈ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് എംപ്ലോയി നെയിം കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയി ID, സാലറി, ഈ ഡീറ്റെയിൽസാണ് കിട്ടേണ്ടത്. അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എംപ്ലോയി IDയുടെ താഴെ ഫോർമുല അപ്ലൈ ചെയ്യുക. ഈക്വൽ ടു ഡീഗെറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡാറ്റാബേസ് എന്നുള്ളത് ഇതാണ് നമ്മുടെ ഡാറ്റാബേസ്. അത് മുഴുവൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡാറ്റയാണോ നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത് അതാണ്. ഇതിൽ എംപ്ലോയി ID എന്നുള്ള ഡാറ്റയാണ് റിട്രീവ് ചെയ്യേണ്ടത്. അത് ഈ ടേബിളിൽ നമ്മുടെ ഡാറ്റാബേസിൽ സെക്കൻഡ് കോളമാണ്. ഒന്നുകിൽ സെക്കൻഡ് എന്നുള്ളത് നമുക്കിവിടെ 2 എഴുതി കൊടുക്കാം, അതല്ലെങ്കിൽ ഈ കോളം ഹെഡിങ് തന്നെ സെലക്ട് കൊടുക്കാം. നമുക്ക് കോളം ഹെഡിങ് സെലക്ട് ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജ്, നമുക്ക് ഈ എംപ്ലോയി ID എന്നുള്ള ചേഞ്ച് ചെയ്ത് നമുക്കിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റെന്നോ ഡെസിഗ്നേഷനെന്നോ വേറെ എന്തെങ്കിലും കൊടുത്താലും നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ കിട്ടും. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രൈറ്റീരിയ, എന്ത് ക്രൈറ്റീരിയ വെച്ചാണ് സെർച്ച് ചെയ്യുന്നുള്ളതാണ്. ഇത് എംപ്ലോയി നെയിമാണ് നമ്മുടെ ക്രൈറ്റീരിയ. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. 2 കോളം സെലക്ട് ചെയ്യണം, എംപ്ലോയി നെയിം എന്നുള്ളത് തൊട്ട് താഴെയുള്ളത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ആരോ എന്നുള്ള ആളുടെ എംപ്ലോയി ID ആണ് ഈ കാണുന്നത്. കറക്റ്റാണ്. SGH 1000. ഓക്കെ. ഇനി സാലറി നമുക്ക് കിട്ടണം. അതിനുവേണ്ടി ഈ ഫോർമുലയെ നമുക്ക് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യുക. കറക്റ്റ് സാലറിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോളം കൂടി ആഡ് ചെയ്യണം. ഡിപ്പാർട്ട്മെൻറ്റ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇയാളുടെ ഫുൾ നെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എംപ്ലോയി നെയിം എന്നുള്ളത് കൊടുത്താൽ മതി. എംപ്ലോയി നെയിം, അയാളുടെ ഫുൾ നെയിം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു 5 ഡിജിറ്റ് കൊടുത്തിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ഫുൾ നെയിം തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. കുറച്ച് കുട്ടികളുടെ മാർക്സിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതിൽ സ്റ്റുഡൻറ്റ് നെയിമും സബ്ജക്റ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിന് ആ സ്റ്റുഡൻറ്റിന് എത്ര മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അറിയണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റുഡൻറ്റ് നെയിംസിൽ ഒരാളുടെ പേര് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൾ പല സബ്ജക്റ്റുകൾക്കും വാങ്ങിച്ചിട്ടുള്ള മാർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു ഫോർമുലയാണത്, ഡീഗെറ്റ് ഫംഗ്ഷൻ തന്നെ. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈക്വൽ ടു ഡീഗെറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡാറ്റാബേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്, മാർക്സ് അല്ലേ. അപ്പോൾ മാർക്സ് ആകുമ്പോൾ ആ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. കോമ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിമും സബ്ജക്റ്റിൻ്റെ പേര് കൂടിയാണ്. അപ്പോൾ ഈ 4 കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ.
പൂജ ജോഷി ബയോളജി 99 മാർക്ക്. പൂജ ജോഷി. ഓക്കെ, ഇനി വേറൊരു പേര് നോക്കാം. വിവേക് മിശ്ര. വിവേക് ബയോളജിക്ക് എത്ര മാർക്ക് നോക്കാം. വിവേക് ബയോളജി 90 മാർക്ക്, കറക്റ്റാണ്. ഇനി വിവേകിന് കെമിസ്ട്രിക്ക് എത്ര മാർക്കാണെന്ന് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക.